എന്റെ പ്രിയ കുഞ്ഞെ, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. രാത്രികളിൽ നീ ഉയർത്തിയ വിലാപം എന്റെ സന്നിധിയിലെത്തി. വഴിതെറ്റിയ എന്റെ കുഞ്ഞിനെ മടക്കി വരുത്തണമേ എന്ന് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ കാതുകളിൽ മുഴങ്ങി. അവർ മാറിപ്പോയപ്പോഴും നിന്റെ ഹൃദയം പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു. ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ അവരെ തേടുന്നു. നീ അവരെ ഇന്നുവരെയും കൈവിട്ടിട്ടില്ല. ഞാൻ അവരെ മറന്നിട്ടുമില്ല. അവർ ഒളിച്ചോടുന്ന വഴികൾ എനിക്കറിയാം. അവർ ചിരിച്ചുകൊണ്ട് മറയ്ക്കുന്ന വേദന എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടില്ല. നീ കാണാത്ത രാത്രികളിൽ ഞാൻ അവരുടെ അന്തരാത്മാവോട് സംസാരിക്കും. തെറ്റായ വഴികൾ ഞാൻ അസ്വസ്ഥമാക്കും. തെറ്റായ ബന്ധങ്ങളിൽ സമാധാനമുണ്ടാവാതെ അവർ ഭാരപ്പെടും. വീട്ടിലേക്കുള്ള മടങ്ങിവരവിന്റെ ഓർമ്മകൾ ഞാൻ അവരിൽ ഉണർത്തും. ഒരാടും നഷ്ടമാകരുതെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിന്റെ മക്കൾ നിന്നെ വിട്ട് മാറിപ്പോകില്ല. ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. അവരെ തേടുന്ന എന്റെ കൈ ഇപ്പോൾ അവരുടെ മേൽ പ്രവർത്തിക്കുന്നു. ഒളിച്ചോടാൻ ഇടയില്ലാത്ത വിധം ഞാൻ അവരെ സ്നേഹത്തോടെ ചുറ്റുന്നു. അവർ തെറ്റായിപ്പോയ വഴികളൊന്നും എനിക്ക് മറഞ്ഞിട്ടില്ല. നീ അറിയാത്ത വഴികളും നീ ഭയപ്പെടുന്ന വഴികളും രഹസ്യമായി അവർ നടക്കുന്ന പാതകളും എല്ലാം എന്റെ കണ്ണിന് മുൻപിലാണ്. അവരുടെ പുറമേയുള്ള ചിരി എന്നെ വഞ്ചിക്കുന്നില്ല. അവരുടെ മൗനം എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. അവരുടെ ഇരുട്ടുപോലും എനിക്കിരുട്ടല്ല. നീ ഇപ്പോൾ ചോദിക്കുക, എവിടെയാണ് അവർ ഇപ്പോൾ? ഞാൻ പറയുന്നു, കുഞ്ഞെ, ഞാൻ അറിയുന്നു. അവർ പോകുന്ന ഓരോ വഴിയിലും ഞാൻ അതിരുകൾ വരയ്ക്കുന്നു. അവരെ നശിപ്പിക്കുന്ന അതിരുകളല്ല, തിരിച്ചു കൊണ്ടുവരുന്ന അതിരുകളാണ്. തെറ്റായ വഴികൾ അവരെ ജയിക്കില്ല. തെറ്റായ കൂട്ടുകെട്ടുകൾ അവരെ പിടിച്ചു വയ്ക്കില്ല. അവസാനം അവർ മടങ്ങി വരും. അവർ കടന്നു പോകുന്ന എല്ലാ വഴികളും എനിക്ക് കാണാം. എന്റെ കുഞ്ഞെ, ഇന്ന് നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ ആഗ്രഹമല്ല, ഇത് നിന്റെ ഹൃദയത്തിന്റെ നിലവിളിയാണ്. കർത്താവേ, വഴിതെറ്റിയ എന്റെ മക്കളെ മടക്കി വരുത്തണേ എന്ന് നീ പറയുമ്പോൾ അത് വെറും വാക്കുകളല്ല, രാത്രികളിൽ ഉറങ്ങാതെ നീ ചൊരിഞ്ഞ കണ്ണുനീരാണ്. നിന്റെ പ്രാർത്ഥന ഞാൻ അവഗണിച്ചിട്ടില്ല. നീ ക്ഷീണിച്ച സമയങ്ങളിലും ഞാൻ ശ്രദ്ധയോടെയിരുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പിതാവിനും മാതാവിനും, ഓരോ ആത്മീക മാതാപിതാക്കൾക്കും എന്റെ ഉറച്ച മറുപടിയാണിത്. ബൈബിളിൽ ഞാൻ ഒരിക്കലും വഴിതെറ്റിയ മക്കളെ ഉപേക്ഷിച്ചിട്ടില്ല. ആദമും ഹൗവയും വീണപ്പോൾ ഞാൻ ചോദിച്ചു, നീ എവിടെയാണ്? അവരെന്നെ വിട്ടുപോയെങ്കിലും ഞാൻ അവരെ അന്വേഷിച്ചു. ഇത് തന്നെയാണ് നിന്റെ മക്കളുടെ കാര്യത്തിലും ഞാൻ പറയുന്നത്. അവരെന്നെ വിട്ടുപോയാലും ഞാൻ അവരെ വിട്ടുപോയിട്ടില്ല. ഞാൻ മടക്കി വരുത്തുന്ന ദൈവമാണ്. യാക്കോബ് വഴിതെറ്റിപ്പോയി, എന്നാൽ ഞാൻ അവനെ മടക്കി വരുത്തി. യാക്കോബ് വാഗ്ദത്തപുത്രനായിരുന്നു, എന്നാൽ അവന്റെ ജീവിതത്തിന്റെ ആദ്യഘട്ടം ചതിയും സ്വാർത്ഥതയും ഭയവും നിറഞ്ഞതായിരുന്നു. സഹോദരനായ ഏശാവിന്റെ അവകാശം വഞ്ചനയിലൂടെയാണ് അവൻ നേടിയത്. അപ്പനായ ഇസഹാക്കിനെ വഞ്ചിച്ചു. ജീവൻ രക്ഷിക്കാൻ വീട്ടിൽ നിന്ന് ഓടിമറഞ്ഞു. ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നിട്ടും മനുഷ്യബുദ്ധിയിലാണ് അവൻ ആശ്രയിച്ചത്. വാഗ്ദത്തമുള്ളവർക്കും വഴിതെറ്റാം എന്ന് നീ മറന്നു പോകരുത്. അവന്റെ ഏകാന്തതയും അവൻ അനുഭവിച്ച ശിക്ഷയും നീ വായിച്ചിട്ടില്ലേ? ലാബാന്റെ വീട്ടിൽ യാക്കോബ് 20 വർഷം കഷ്ടപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, വേദന അനുഭവിച്ചു. കുടുംബ പ്രശ്നങ്ങളിൽ അവൻ കുടുങ്ങിപ്പോയി. ഞാൻ അവനെ ശിക്ഷിച്ചില്ല, അവനെ പരിശീലിപ്പിച്ചു, അവനെ രൂപാന്തരപ്പെടുത്തി. ഞാൻ ഒരിക്കലും ആരെയും തകർക്കുന്ന ദൈവമല്ല, പാകപ്പെടുത്തിയെടുക്കുന്ന ദൈവമാണ്. മടങ്ങി വരാൻ ഞാൻ അവനെ വിളിച്ചു.
ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ ദേശത്തേക്കും നിന്റെ ബന്ധുക്കളിലേക്കും നീ മടങ്ങിപ്പോകാം. ഇത് വെറും ഭൗതിക മടങ്ങിവരവല്ല, ഒരാത്മീക മടങ്ങിവരവ് കൂടെയായി. ഭയത്തോടെ, വേദനയോടെ, പക്ഷെ വിശ്വാസത്തോടെ യാക്കോബ് മടങ്ങിയെത്തി. തന്റെ മടക്കയാത്രയിൽ നദിക്കരയിൽ വെച്ച് യാക്കോബ് എന്നോട് പൊരുതി. അവൻ കരഞ്ഞു, അവൻ പിടിച്ചു നിന്നു, അവൻ വിട്ടുകൊടുത്തില്ല. അവന്റെ പേര് അവിടെ വെച്ച് മാറി. യാക്കോബ് എന്ന പേര് മാറി ഇസ്രായേൽ എന്ന പേര് അവന് ഞാൻ നൽകി. മടങ്ങി വരുമ്പോൾ പേര് മാറും, സ്വഭാവം മാറും, ഭാവി മാറും, അവനിലെ എല്ലാം മാറിപ്പോകും. യാക്കോബ് ഭയപ്പെട്ടിരുന്ന ഏശാവ് അവനെ കൊല്ലാതെ ചേർത്ത് പിടിച്ചു, കണ്ണുനീർ ചൊരിഞ്ഞ് സ്വീകരിച്ചു. ഞാൻ അവന്റെ മുൻപിൽ വഴിയൊരുക്കിയിരുന്നു. നീ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, മടങ്ങി വരാൻ വാതിൽ തുറന്നിരിക്കുന്നു. വഴിതെറ്റിയ മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ അകത്തേക്ക് വിളിച്ചു. അവൻ ചതിച്ചതാണ്, അവൻ ഓടി മറഞ്ഞതാണ്. പക്ഷേ ബഥേലിൽ ഞാൻ അവനെ പിടിച്ചു. ഒളിച്ചോടിയവനെ പോലും ഞാൻ പിടിക്കുന്ന ദൈവമാണ്. മോശ തെറ്റായ വഴിയിലൂടെ യാത്ര ചെയ്തു. അവൻ കുലപാതകം ചെയ്തു. അവൻ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ കുഞ്ഞെ, വഴിതെറ്റിയ മകനേക്കാൾ ശക്തമാണ് കാത്തിരുന്ന പിതാവിന്റെ ഹൃദയം. അവൻ സ്വത്തുമായി പോയി, അപ്പനെ വിട്ടു മാറിപ്പോയി. അവൻ പാപത്തിൽ വീണു, എല്ലാം നഷ്ടപ്പെടുത്തി. പിതാവ് അവനെ ശിക്ഷിക്കാൻ ഓടിയില്ല, ശപിക്കാൻ വിളിച്ചില്ല. ദിവസേന വഴിയിലേക്ക് നോക്കി മകൻ വരുമെന്ന പ്രതീക്ഷ കൈവിടാതെ കാത്തിരുന്നു. മകൻ വഴിതെറ്റി, പിതാവ് കാത്തുനിന്നു. മകൻ തനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് കരുതി പിതാവിനെ വിട്ടുപോയി. പക്ഷേ അവന് ലഭിച്ച സ്വാതന്ത്ര്യം അടിമത്തമായി മാറി, സമ്പത്ത് ദാരിദ്ര്യമായി മാറി, സുഖം വേദനയായി മാറി. ആ പിതാവ് മകന്റെ തെറ്റുകൾ എണ്ണിയില്ല, പാപങ്ങളുടെ പട്ടിക സൂക്ഷിച്ചു വെച്ചില്ല, ശിക്ഷയുടെ പദ്ധതി തയ്യാറാക്കിയുമില്ല. അവൻ ചെയ്ത ഒരേ ഒരു കാര്യം, തന്റെ മകനു വേണ്ടി അവൻ കാത്തിരിക്കുക. കണ്ണുകളോടെ, നിറകണ്ണുകളോടെ കാത്തിരിക്കുക. ഹൃദയനുറുക്കത്തോടെ, കരുണയോടെ കാത്തിരിക്കുക. അവൻ മടങ്ങി വന്നപ്പോൾ അപ്പാ എന്ന് വിളിക്കുന്നതിന് മുൻപ് അപ്പൻ ഇറങ്ങി ഓടിച്ചെന്ന് അവനെ ചേർത്ത് പിടിച്ച്, അവൻ കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. അത് ശിക്ഷയുടെ കണ്ണുനീരല്ല, കരുണയുടെ കണ്ണുനീരായിരുന്നു. അവന്റെ പാപം എത്ര വലിയതാകാം, വഴിതെറ്റൽ എത്ര ആഴമുള്ളതാകാം, പക്ഷേ കാത്തിരിക്കുന്ന പിതാവിന്റെ ഹൃദയം ഇവയേക്കാളെല്ലാം വലിയതാണ്. അവൻ തിരിച്ചു വരുന്നതിന് മുൻപേ പിതാവ് ഓടി വന്നു. എന്റെ കുഞ്ഞെ, നിന്റെ മകൻ സംസാരിക്കുന്നതിന് മുൻപേ ഞാൻ അവനെ ചേർത്തണയ്ക്കും. ഇവിടെ ശ്രദ്ധിക്കൂ, മകനാണ് മാറിയത്, പിതാവല്ല. അവനൊരു മാറ്റം ഞാൻ കൊണ്ടുവരും. നീ കാണാത്ത ഇടങ്ങളിൽ നിന്റെ മക്കളുടെ മനസ്സിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഉറക്കം കെടും, മനസാക്ഷി ഉണരും, തെറ്റായ സന്തോഷങ്ങൾ അവർക്ക് വെറുപ്പായി തോന്നും. നീ പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് ഞാൻ അവരോട് സംസാരിക്കുന്നു. നീ ചോദിക്കുന്നു, ഇത്രയും കാലം എന്തുകൊണ്ട് കർത്താവേ? ഞാൻ പറയുന്നു, മറുപടി വൈകിയിട്ടില്ല. ഒരു പൂർണ്ണമായ മറുപടിയാണ് ഞാൻ നിനക്കായി ഒരുക്കുന്നത്. പഴുത്ത കായ മാത്രമേ മധുരമുള്ള കൊയ്ത്താകൂ. ഇതെന്റെ ശബ്ദമാണ്, നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന എന്റെ ശബ്ദം. നീ കാണാത്ത ഇടങ്ങളിലേക്ക് എന്റെ കൈയെത്തും. എന്റെ പരിപൂർണ അധികാരം ഞാൻ പ്രയോഗിക്കും. നിന്റെ കാഴ്ച അവസാനിക്കുന്നിടത്ത് എന്റെ കാഴ്ച ആരംഭിക്കുകയാണ്. നിന്റെ അറിവിനപ്പുറമുള്ള വഴികളിലും എന്റെ സാന്നിധ്യം മുൻപേ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ കടന്നുപോയ ഇടങ്ങൾ എനിക്ക് തടസ്സമുള്ള വഴികളല്ല.
അവർ ഒളിച്ചിരിക്കുന്ന ഇരുട്ട് എനിക്ക് മറയല്ല. അവരെ പിടിച്ചിരിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിനക്കെത്താൻ കഴിയാത്തടത്ത് ഞാൻ എത്തും. നിനക്ക് വിളിക്കാൻ കഴിയാത്തയിടത്ത് ഞാൻ അവരുടെ പേരുകൾ വിളിക്കും. നീ കരയുന്ന അതേ നിമിഷം തന്നെ ഞാൻ പ്രവർത്തിക്കുന്നു. എന്റെ കൈ അവരെ സ്പർശിക്കും, ഭയപ്പെടുത്താനല്ല, തിരികെ കൊണ്ടുവരാൻ. അവർ ഓടുന്നതിന് മുൻപേ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കും. നീ കാണാത്ത ഇടങ്ങളിലും എന്റെ കൈയെത്തും. ഇത് വെറും വാക്കല്ല, എന്റെ പ്രവർത്തനമാണ്. നീ അറിയാത്ത വഴികളും നീ ഭയപ്പെടുന്ന വഴികളും രഹസ്യമായി അവർ നടക്കുന്ന പാതകളുമെല്ലാം എന്റെ കണ്ണിന് മുൻപിലാണ്. ഞാൻ പറയുന്നു, കുഞ്ഞെ, അവർക്ക് എന്നെ കബളിപ്പിക്കാൻ കഴിയുകയില്ല. അവർക്ക് എന്നെ വിട്ട് മാറിപ്പോകാൻ കഴിയുകയില്ല. നിന്റെ ഹൃദയത്തിന്റെ നിലവിളി, നിന്റെ കണ്ണുനീർ, അതൊരിക്കലും എന്നിൽ നിന്ന് മാഞ്ഞു പോയിട്ടുമില്ല. വഴിതെറ്റിപ്പോയ നിന്റെ മക്കളെ ഞാൻ മടക്കി വരുത്തും. ഇതെന്റെ വാക്കാണ്. ഞാൻ നിന്റെ പിതാവാണ്. ഞാൻ നിന്റെ ദൈവമാണ്. ഈ സന്ദേശം അനേകരിലേക്ക് നീ എത്തിക്കൂ. അനേകരിലേക്ക് ഷെയർ ചെയ്യൂ. വഴിതെറ്റിപ്പോയ തലമുറകൾക്ക് വേണ്ടി കരയുന്ന അനേക മാതാപിതാക്കൾക്ക് ഈ വാക്കുകൾ ഒരു ആശ്വാസമാകട്ടെ.